The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, അല്ലേ എക്സാംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എനിവേ ഇനിയും നിങ്ങൾ അതേ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, കാരണം ബോർഡ് എക്സാം നമ്മൾ കൃത്യമായിട്ട് തന്നെ നടക്കും. ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചെത്തിയില്ല എന്നുള്ളൊരു ഇത് വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയിലിടയിൽ ഇങ്ങനെ എക്സാംസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പിരിറ്റോട് കൂടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, സി ഇൻ ദ ലാസ്റ്റ് ക്ലാസ് we discussed formal organization and informal organization. What are the features of what do you mean by formal organization and informal organization? What are the features of formal organization and informal organization? What are the difference between formal organization and informal organization? All those things we already discussed. Okay, in all those things we discussed. Okay, I think all are clear. Okay, today we are going to discuss the next topic, delegation of authority. What do you mean by delegation? എന്താണ് delegation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see, we know that in every organization managers are assigned a lot of work and managers alone cannot perform all the work. പറ്റുമോ അല്ലേ? എല്ലാ ഓർഗനൈസേഷനും മാനേജേഴ്സിന് എന്ത് ചെയ്യും? വർക്ക് അലോട്ട് ചെയ്യും. എല്ലാ വർക്കും ഈ മാനേജേഴ്സിന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഹി മസ്റ്റ് ഷെയർ ഹിസ് ഡ്യൂട്ടീസ് വിത്ത് സബോർഡിനേറ്റ് മാനേജേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം അവരുടെ വർക്ക് ആരുമായിട്ട് ഷെയർ ചെയ്യും? സബോർഡിനേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. സോ അങ്ങനെ സബോർഡിനേറ്റ് മാനേജേഴ്സിനായിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. സോ ഡെലിഗേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം superior to a subordinate. എന്താണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്? ഡെലിഗേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് അധികാരങ്ങൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് അധികാരങ്ങൾ വീതിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ഡെലിഗേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ delegation is the result of human limitation to the span of management. Okay, see, it is also satisfy the subordinates needs for recognition and provide them with opportunities to develop and exercise initiative. See, ഇവിടെ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ അധികാരങ്ങൾ സബോർഡിനേറ്റ്സിന് കൂടെ വിഭജിച്ച് നൽകുന്നതാണ്. അധികാരങ്ങൾ അതോറിറ്റീസ് സബോർഡിനേറ്റ്സിനും കൂടെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിഗേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? സബോർഡിനേറ്റ്സിൻ്റെ ആവശ്യങ്ങളും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതും സബോർഡിനേറ്റ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ ഇതുകൊണ്ടുള്ള മെറിറ്റ്സ് ആയിട്ടാണ്, ഡെലിഗേഷൻ്റെ ഒരു മെറിറ്റ്സ് ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡെലിഗേഷൻ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. സോ എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ഓഫ് delegation, that is, delegation can be defined as a process of entrusting responsibility and authority to the subordinates and creating accountability in those employees who are entrusted responsibility and
അതോറിറ്റി. എന്താണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് എൻട്രസ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഏൽപ്പിച്ചു കൊടുക്കുക. ആർക്ക്? ടു ദി സബോർഡിനേറ്റ്സ് അല്ലേ? സബോർഡിനേറ്റ്സിന് എന്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നു? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും ഏൽപ്പിച്ചു കൊടുക്കുകയും ആൻഡ് ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി ഓൺ ദോസ് എംപ്ലോയീസ് who are interested in responsibility and authority. ആർക്കാണോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്കിടയിൽ ഒരു ചുമതലാബോധം എന്ത് ചെയ്യുന്നു? ഒരു അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഡെലിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Elements of delegation, that is there are 3 elements of delegation, that is authority, responsibility and accountability. What do you mean by authority? എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതോറിറ്റി മീൻസ് പവർ ടു ടേക്ക് ഡിസിഷൻസ് അല്ലേ? തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറാണ് ആക്ച്വലി എന്ത്? അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഇനീഷ്യേറ്റ് കമാൻഡ് ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ് അല്ലേ? കമാൻഡുകൾ പുറപ്പെടുവിക്കുക, ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് ആക്ച്വലി അതോറിറ്റി എന്നതിൽ അർത്ഥമാക്കുന്നത്. സോ ടു ക്യാരി ഓൺ ദ റെസ്പോൺസിബിലിറ്റി എവ്രി എംപ്ലോയി നീഡ്സ് ടു ഹാവ് സം അതോറിറ്റി അല്ലേ? അതായത് റെസ്പോൺസിബിലിറ്റി എടുക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാ എംപ്ലോയീസിനും എന്ത് ആവശ്യമാണ്? അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. അതോറിറ്റി എന്ത് ചെയ്യാം? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. സോ വെൻ മാനേജേഴ്സ് പാസിംഗ് സം their responsibility to the subordinate, they should also pass some of the authority to. അതായത് ഈ ചില മാനേജേഴ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അതിലൂടെ ദേ ഷുഡ് ഓൾസോ പാസ് എന്ത്? സം ഓഫ് ദെയർ അതോറിറ്റീസ് ഓൾസോ അല്ലേ? അവരുടെ അധികാരം റെസ്പോൺസിബിലിറ്റീസ് സബോർഡിനേറ്റിനെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സബോർഡിനേറ്റ്സിന് ആ മാനേജേഴ്സ് എന്തുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നു? അതോറിറ്റീസും കൂടെ എന്ത് ചെയ്യുന്നു? വിഭജിച്ചു കൊടുക്കുന്നു. സോ അതോറിറ്റി എപ്പോഴും ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. സോ ദാറ്റ് ഈസ് superior to subordinate. Top to bottom എന്ന് പറഞ്ഞാൽ superior to subordinate. Okay, that is authority. And then what do you mean by responsibility? Responsibility is the obligation of subordinate to properly perform the assigned duty. അല്ലേ? സബോർഡിനേറ്റ്സിനെ എന്താണോ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അത് പ്രോപ്പറായ രീതിയിൽ പെർഫോം ചെയ്യുക. അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് പ്രോപ്പറായ രീതിയിൽ സബോർഡിനേറ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏതിൽ വരുന്നത്? റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇറ്റ് അറൈസ് ഫ്രം സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഇത് എങ്ങനെയാണ് ഇത് അറൈസ് ചെയ്യുന്നത്? സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ്. ദാറ്റ് ഈസ് ബിക്കോസ് ദ സബോർഡിനേറ്റ് ഈസ് ബോണ്ടഡ് ടു പെർഫോം ഡ്യൂട്ടി അസൈൻ ടു ഹിം ബൈ ഹിസ് സുപ്പീരിയർ അല്ലേ? സുപ്പീരിയർ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടീസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? സബോർഡിനേറ്റ്സിനുണ്ട് എന്നാണ് പറയുന്നത്. സോ ദസ് റെസ്പോൺസിബിലിറ്റി ഫ്ലോ upward ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ഫ്ലോ വാട്ട്? upward. There must be parity with authority and responsibility. So if authority granted is more than responsibility, it may lead to misuse of authority. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതോറിറ്റി ഗ്രാൻഡഡ് ഇസ് മോർ ദാൻ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ ഇറ്റ് മേ ലീഡ് ടു മിസ്യൂസ് ഓഫ് ദി അതോറിറ്റി. അതോറിറ്റി എന്ത് ചെയ്യും? മിസ്യൂസ് ചെയ്യും അല്ലേ? ആൻഡ് if responsibility assigned more than authority, ഇനിയെങ്കിലോ റെസ്പോൺസിബിലിറ്റി കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ മോർ ദാൻ അതോറിറ്റിയേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാലോ എന്തായിരിക്കും? ഇറ്റ് മേ മേക്ക് എ പേഴ്സൺ ഇൻഎഫക്റ്റീവ്. ഇറ്റ് മേ മേക്ക് എ പേഴ്സൺ ഇൻഎഫക്റ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് അതുകൊണ്ടാണ് പറയുന്നത് there must be a parity with authority and responsibility. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ് ചെയ്തിട്ട് വേണം പോകാൻ. കൂടുതൽ അതോറിറ്റി കൊടുക്കാനും പാടില്ല, കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കാൻ പാടില്ല. ഇത് രണ്ടും ഈക്വലൈസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി.
Accountability implies being answerable for that final outcome. ഫൈനൽ ഔട്ട്കമ്മിന് ആൻസറബിൾ ആവുക എന്നുള്ളതാണ് അല്ലേ, അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ വൺസ് അതോറിറ്റി ഹാസ് ബീൻ ഡെലിഗേറ്റഡ്, ഒരിക്കൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റഡ്. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തു, റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ കനോട്ട് ഡിനെ അക്കൗണ്ടബിലിറ്റി അല്ലേ. ഒരാൾക്ക് എന്ത് അക്കൗണ്ടബിലിറ്റിയിൽ വീഴ്ച വരുത്താനായിട്ട് പറ്റില്ല. സോ അക്കൗണ്ടബിലിറ്റി എപ്പോഴും ഫ്ലോസ് അപ്വേർഡ് ആണ്. അതായത് സബോർഡിനേറ്റ് വിൽ ബി അക്കൗണ്ടബിൾ ടു സുപ്പീരിയർ ഫോർ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് വർക്ക് അല്ലേ. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഫ്ലോ അപ്വേർഡ് ആണ്. അതിനർത്ഥം സബോർഡിനേറ്റ് വിൽ ബി അക്കൗണ്ടബിൾ. ആരോടാണ് അക്കൗണ്ടബിൾ ആവുന്നത്? ടു എ സുപ്പീരിയർ അല്ലേ, ഫോർ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് വർക്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് ജനറലി എൻഫോഴ്സ്ഡ് ത്രൂ റെഗുലർ ഫീഡ്ബാക്ക് ഓൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് work accomplished. Okay, so the subordinate will be expected to explain the consequences of his action or omissions. അവിടെ അതാണ് പറയുന്നത്, subordinate will be expected to explain the consequences explain ചെയ്യേണ്ടതായിട്ട് വരുന്നു. So his actions or omissions. Accountability cannot be delegated. Accountability എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ അക്കൗണ്ടബിലിറ്റി ഫ്ലോ അപ്വേർഡ് ഫ്രം സബോർഡിനേറ്റ് ടു superior. Okay, and I think all are clear elements of delegation. Then next one, comparative study of authority, responsibility and accountability. The first one, on the basis of meaning, accountability on the basis of meaning, authority means right to command and responsibility means obligation to perform an assigned task, and accountability means answerability for outcome of the assigned task, and then authority flow downward from superior to subordinate, responsibility flow upward from subordinate to superior, and accountability also flow upward from subordinate to superior. Okay, and then delegation, authority can be delegated, responsibility cannot be entirely delegated, accountability cannot be delegated at all. Okay, and then origin, see, authority arise from formal position, but responsibility or arise from delegated authority, and accountability arise from responsibility. Okay, I think all are clear. Next one, importance of delegation. The first one, it effective management. So by delegating on the routine work to the subordinate, the manager is able to concentrate on policy matters and decision making. So this would increase his effectiveness. ഇപ്പോൾ ഒന്നാമത്തെ effective management എന്നാണ്. സോ ഈ മാനേജർ സബോർഡിനേറ്റ്സിന് റുട്ടീൻ വർക്കുകൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാനേജേഴ്സിന് പോളിസി മേക്കിംഗ് കാര്യങ്ങളിൽ, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഒന്ന്. ദെൻ സെക്കൻഡ് വൺ, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ഡെലിഗേഷൻ ഇംപ്ലൈസ് ഗ്രാൻഡ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ് ആണെന്ന് പറഞ്ഞു. സോ ദേ ഹാവ് ദ സെൻസ് ഓഫ് റെക്കഗ്നേഷൻ. അവരെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാകും. സോ ദേ ആർ മോട്ടിവേറ്റഡ് ടു വർക്ക് ഹർ ഹയർ പെർഫോമൻസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, എംപ്ലോയി ഡെവലപ്മെന്റ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ഡെലിഗേഷൻ, എംപ്ലോയീസ് ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു യൂട്ടിലൈസ് ദെയർ ടാലൻസ് അല്ലേ. ഇങ്ങനെ ഡെലിഗേഷൻ ഉള്ളത് കൊണ്ട് എംപ്ലോയീസിൻ്റെ ടാലൻറ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. സോ ഇറ്റ് അലോ ദം ടു ഡെവലപ്പ് സ്കിൽ നെസസറി ടു പെർഫോം കോംപ്ലക്സ് ടാസ്ക്. സോ ഇറ്റ് മേക്ക് ദം ബെറ്റർ ലീഡേഴ്സ് ആൻഡ് decision makers. And the next one, helping the expansion of business. So if the enterprise expand well trained, experienced and
competent person readily available to take up the position. So it will give advantages to the business, that is the helping the extension of business. And the next one, better coordination. So delegation enables the managers and subordinate to establish relationship with each other. So it improve the atmosphere and maintain effective coordination at all levels of management. And then next one, reduce the workload of managers. So with the process of delegating, the managers can pass all their routine work to subordinate and concentrate on important work. So without delegation, managers will be overburdened with their work. Okay, these are the importance of delegation. That is, first one, effective management, second one, motivation of employees, third one, employee development, helping the expansion of business, better coordination, and reduce the workload of managers. Okay, I think all are clear. Next one, centralization and decentralization. Centralization and decentralization. What do you mean by centralization? എന്താണ് centralization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, centralization refers to concentration of authority at top level. അതോറിറ്റി എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ടോപ്പ് ലെവലിൽ മാത്രമാണ്. സോ ആൻ ഓർഗനൈസേഷൻ ഈസ് സെൻട്രലൈസ്ഡ് വെൻ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. സെൻട്രലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആരുടെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അതാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ് ഡീസെൻട്രലൈസേഷൻ? അപ്പോൾ അധികാരങ്ങൾ അതോറിറ്റീസ് ടോപ്പ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ അത് സെൻട്രലൈസേഷൻ എന്ന് പറയും. സോ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡീസെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാവർക്കും അതോറിറ്റീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. വികേന്ദ്രീകരണം, എല്ലാവർക്കും അതോറിറ്റീസ് വിഭജിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ഡീസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഡീസെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു systematic delegation of authority throughout all the levels of management and all the departments nu parnu. So an organization is said to be decentralized when managers at middle level and lower level are given authority to take decision and action on matters റിലേറ്റിംഗ് ദെയർ റെസ്പെക്റ്റീവ് ഏരിയാസ് ഓഫ് വർക്ക്. എപ്പോഴാണ് ഡീസെൻട്രലൈസേഷൻ ഉണ്ടാകുന്നത് പറയുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനും ലോവർ ലെവൽ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് സാധിക്കുന്നു, അവിടെയാണ് എന്തുണ്ടെന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റ് റിറ്റെയിൻ ഓൺലി ദ അതോറിറ്റി ഫോർ ടേക്കിംഗ് മേജർ ഡിസിഷൻസിൽ മാത്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ റിറ്റെയിൻ ദ അതോറിറ്റി ഫോർ ഓവറോൾ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അത് മാത്രം ആര് ചെയ്യുക? ടോപ്പ് മാനേജ്മെന്റ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് സ്കാറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ദ ഫസ്റ്റ് വൺ, develop initiative among subordinates. See, decentralization gives managers at lower level to take all those decisions which are for the betterment of organization. ഓർഗനൈസേഷൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ ലെവൽസിലുള്ള ആളുകൾക്കും അവസരങ്ങൾ കൊടുക്കുന്നു. സോ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ this helps in the enhancing confidence and self-reliance among the employees. Okay, and then second one, quick decision making. So in decentralized organization, quick decision making is possible for lower level managers, approval from various levels being not required. So lower level management can take much faster decision on their own. Okay, that is quick decision making. And then next one, relief to top management. See, decentralization permit the top executives to share his excessive workload with his subordinate എന്ന് പറഞ്ഞു. So this helps the top management to utilize their valuable time on more important matters. അല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ, ടോപ്പ് മാനേജ്മെൻറ്റ് ടൈം സ്പെൻഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം? സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് അതിന് സാധിക്കുന്നു. Then
facilitate growth. Next one, facilitate growth. So decentralization enables the managers at lower level as well as departmental head to perform their full potential and sense of healthy competition among the department. See, it will contribute a lot of the development of the organization. Okay, and the next one, democratic system. See, decentralization share authority and responsibility between managers. So it is a democratic approach towards management. And the next one, better control. So decentralization leads to better control by evaluating the performance of various departments. These are the importance of decentralization. Okay, next one, difference between delegation and decentralization. Delegation and decentralization. See, delegation on the basis of nature, delegation is a compulsory act. It is a compulsory act because no individual can perform all tasks on his own. അതാണ് പറയുന്നത്. സോ ഡെലിഗേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആക്ട് ആണ് ബിക്കോസ് നോ ഇൻഡിവിജ്വൽ ക്യാൻ പെർഫോം ഓൾ ടാസ്ക് ഓൺ ഹിസ് ഓൺ. സ്വന്തമായിട്ട് എല്ലാ ടാസ്കും ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇസ് എൻ ഓപ്ഷണൽ പോളിസി decision ആണ്. So it is done at the discretion of the top management. Okay, and the next one, delegation has narrow scope as it is limited to superior and his immediate subordinate, but decentralization has wider scope as it implies the extension of delegation to the lowest level of management. And then purpose, delegation reduce the burden of the manager and decentralization to increase the role of subordinate in the organization by giving them autonomy. And then delegation, that it is a techniques of management, decentralization is the philosophy of the management. And then delegation grant authorities granted by one individual to another. Decentralization, it is a systematic act which take place at all levels and all functions in the organization. And then delegation requires, as it is requirement is very necessary in delegation. A decentralization requirement is no, it is an optional philosophy. And freedom of action, very little freedom to the subordinate in delegation, but in case of decentralization, considerable freedom to the subordinate. Okay, I think all are clear the difference between delegation and decentralization. Okay, മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു. ഇതോടുകൂടിയിട്ട് നമ്മളുടെ ഫിഫ്ത്ത് ലെസൺ ഫിഫ്ത്ത് ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ.